അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അമ്മു സജീവന്റെ ആത്മഹത്യാ ശ്രമം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയം കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സഹപാഠികളായിട്ടുള്ള 3 വിദ്യാർത്ഥിനികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, ഈ വാർത്ത കേട്ടത് മുതൽ ഇത്രയും വർഷം നല്ല സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ, സഹോദരന്റെ കല്യാണത്തിന് പോലും വീട്ടിൽ വന്ന് 2-3 ദിവസം നിന്നിട്ട് തിരികെ പോയ സുഹൃത്തുക്കൾ എങ്ങനെയാണ് പെട്ടെന്ന് ശത്രുക്കളായി, അത് ഇത്രയധികം മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് കാര്യമുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് സുഹൃത്തുക്കൾ, അത് ഏത് തരത്തിലുള്ള ഏജിലുള്ള ആവട്ടെ, ഭയങ്കരമായിട്ട് ഇരിക്കുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും, നമുക്ക് അറിയാൻ പറ്റും അവരുടെ രഹസ്യങ്ങളൊക്കെ, ഉറപ്പാണ്. പിന്നീട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ രഹസ്യങ്ങൾ ഭയങ്കര വലുതാണെങ്കിൽ, പുറത്ത് അറിയാൻ പറ്റാത്തതാണെങ്കിൽ, ഉറപ്പായിട്ടും അത് വല്ലാത്ത ഇഷ്യൂവിലേക്ക് നയിക്കും. അത് ഈ 3 പേര് ഒരു സൈഡും അമ്മു സജീവൻ എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു സൈഡും ആയെന്നുള്ളതാണ്. അപ്പം ഇവർ 3 പേരെ സംബന്ധിച്ച് എന്തോ ഒരു വലിയ രഹസ്യം കൃത്യമായിട്ട് അമ്മുവിന് അറിയായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അമ്മുവിൻ്റെ ഈ ക്യാരക്ടറെ കുറിച്ച് അറിയുന്നിടത്തോളം അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എത്തി നോക്കാത്ത, അല്ലെങ്കിൽ പഠിത്തവുമായി ബന്ധപ്പെട്ട് മാത്രം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ പഠിത്തത്തിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രൊഫഷൻ ആ പെൺകുട്ടി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അമ്മ എന്ന് പറയുന്നത് ഒരു നേഴ്സിംഗ് സൂപ്രണ്ടാണ്, മെഡിക്കൽ കോളേജിലാണ് തിരുവനന്തപുരത്ത്. ഇനി അച്ഛനൊരു ഫാർമസിസ്റ്റ് ആണ്, അതും അറിയാം. അപ്പം സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ്, അത് ഏറ്റവും നല്ല ഈ ലെവലിലുള്ളത്. പക്ഷേ എന്നിട്ട് പോലും 1.5 മാസം അവിടെ പഠിച്ചതിന് ശേഷം ആ കുട്ടി നേഴ്സിംഗ് ഫീൽഡ് അത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇതിലേക്ക് വന്നതാണ്. അപ്പം എത്രത്തോളം അതിലൊരു ആത്മാർത്ഥത, അല്ലെങ്കിൽ മേ ബി നമുക്കറിയാവുന്ന കാര്യമാണ്, അതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. അപ്പം ഈ ഒരു ഫീൽഡിനെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ആ കോഴ്സ് അവിടെ കളഞ്ഞിട്ട് ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു കാര്യം പുറത്ത് വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ തമ്മിൽ തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വെളിയിൽ വരുന്നതെന്ന് പറയുന്നത്, ഇവർക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ എന്തോ ആയിരുന്നു, അതിൽ 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് 25 തിരിച്ചിങ്ങനെ ആയിരുന്നു. അതിനകത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ളൊരു അധ്യാപിക, അത്ര പ്രായമൊന്നും ഇല്ലാത്തതായിരുന്നു. ഇവർ പിന്നീട് സെക്കൻഡ് ഷോയുമായി ബന്ധപ്പെട്ട് പോകണ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഇത് വീട്ടുകാരെ അറിയിച്ച സമയത്ത് വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മുവിൻ്റെ അടുത്ത്, ഇത് കോളേജിൽ അറിയിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ അധ്യാപകരെ, പ്രിൻസിപ്പളിലേക്ക് അമ്മു അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആ കുട്ടികൾക്ക് കുറച്ചധികം വഴക്ക് കേൾക്കേണ്ടി വരുന്നു. ഇതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ, സാധാരണ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയധികം ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ തമ്മിൽ തെറ്റാനുള്ളൊരു കാരണം ഇതൊന്നുമല്ല, ഒരിക്കലും ആവത്തില്ല. അപ്പം അത് മാത്രമല്ല, ഇത്രയും ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ കാര്യങ്ങൾ അച്ഛനും അമ്മയായിട്ട് ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ സുഹൃത്തുക്കൾ, ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ പറഞ്ഞ് അതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വെളിയിൽ പറയേണ്ട കാര്യം ആ പെൺകുട്ടിക്കില്ല, പറയില്ല, സുഹൃത്തുക്കളെ അങ്ങനെ ഒറ്റ കൊടുക്കത്തില്ല. കാരണം അമ്മു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയെടുത്തോളം, ആൾക്കാർ പറഞ്ഞിടത്തോളം മറ്റൊരാളെ ഉപദ്രവിക്കാൻ തയ്യാറാവാത്തൊരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്രയധികം സുഹൃത്തുക്കളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് പറയില്ല. അപ്പം ഇതല്ല ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇതിന് മുന്നേ മറ്റെന്തോ ഇഷ്യൂ ഇവർ തമ്മിലുണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും വലുതാണ്. ഇനി അമ്മു സജീവൻ കാൽ വഴി തന്നെ ഈ ടെറസിൽ നിന്ന് താഴേക്ക് വീണതാണെന്നിരിക്കട്ടെ, പക്ഷെ 2.5 കിലോമീറ്റർ മാത്രമുള്ള പത്തനംതിട്ടയിലെ ജനറൽ ഹോസ്പിറ്റൽ അവിടെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു 10-20 മിനിറ്റോ കൂടിപ്പോയാൽ അരമണിക്കൂർ പോട്ടെ, അത്രയും പോട്ടെ, അതിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പം അത് എത്രയും വേഗം അവിടെ എത്തിക്കുന്നതിന് പകരം ഈ പറയുന്ന ഹോസ്റ്റലിൽ ഇത്രയധികം നേരം ആ പെൺകുട്ടി അവിടെ ഇട്ടിരുന്നത് എന്തിന്? ഇനി വീട്ടുകാർ വിളിക്കുന്ന സമയത്ത് പോലും കാൽ വഴുതി വീണു, കാലൊടിഞ്ഞു എന്ന് മാത്രം പറയാം, കള്ളമല്ലല്ലോ അവിടെ പറയേണ്ടുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതാണ്, അച്ഛനും അമ്മയും അതുമായി ബന്ധപ്പെട്ടതാണ്, ഇതൊക്കെ ഈ പറയുന്ന വാർഡനും അല്ലെങ്കിൽ ബാക്കി ആൾക്കാരും അറിയേണ്ട ഒരു കാര്യമാണ്. ഇതിലപ്പുറത്തേക്ക് വാർഡന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഈ പെൺകുട്ടി അതായത് അമ്മുവും സുഹൃത്തുക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ കോളേജിൽ മെമ്മോ അടക്കം ഈ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പ്രിൻസിപ്പൾ തയ്യാറാകുന്നു, പിന്നീട് അത് പറഞ്ഞ് ഒത്തുതീർപ്പാകുന്നു. എന്നിട്ടും അന്ന് രാത്രി ഹോസ്റ്റലിൽ ഈ പെൺകുട്ടിക്ക് നേരെ മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ഇതിനുശേഷം ഈ പറയുന്ന കോളേജിലേക്ക് ചെന്നതിന് ശേഷം ടൂറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോർഡിനേറ്റർ അമ്മുവിനെ ആക്കുന്ന സമയത്ത് അതുമായി അവർക്ക് ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ട് ഒരുപാട് വാഷ്റൂമിൻ്റെ അടുത്ത് വെച്ച് ഉപദ്രവിക്കുന്നു. അവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും റാഗിങ്ങിൻ്റെ രീതി എന്താണെന്നും ഈ പെൺകുട്ടികൾ എത്രമാത്രം ഈ പറയുന്ന ആക്രമണം അടിച്ചു വിടുന്ന, അത്രയ്ക്ക് എത്ര തരത്തിൽ വേണമെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറാകുന്ന പെൺകുട്ടികളുമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നഴ്സിംഗ് പോലുള്ള ഒരു ഫീൽഡാണ് കൊണ്ട് തന്നെ രക്തം അല്ലെങ്കിൽ ഈ പറയുന്ന കീറുക, മുറിക്കുക, ഇതൊന്നും
ഒന്നും അത്ര പേടിപ്പിക്കുന്നില്ല. കാരണം അവർ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്, അതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തതാണ്, അതിനോട് വല്ലാത്ത ആത്മാർത്ഥത കാണിക്കുന്നതായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് അതിനെ പോസിറ്റീവ് വശമായിട്ട് എടുക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്, അതിനെ ഏറ്റവും നെഗറ്റീവായിട്ട് കാണാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അതായത് നമുക്കറിയാം ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ. ഇതിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ ഭേദത്തിൽ അല്ലെങ്കിൽ വിഭാഗത്തിൽ പെടുത്താൻ പറ്റുന്ന പെൺകുട്ടികളാണ് ഈ 3 പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇവിടെ പോലും ഈ ഇത്രയും പേരടങ്ങുന്ന ഒരു കോളേജിൽ പോലും വാഷ്റൂമിൻ്റെ അടുത്ത് വെച്ചിട്ട് പോലും ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്റ്റലിലേക്ക്, ഒരു ടെറസിൻ്റെ മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം ഉപദ്രവിക്കും അല്ലെങ്കിൽ എന്തുമാത്രം വൈകാരികമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യം കോമൺ സെൻസുള്ള ഏതൊർക്കും ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിൽ വാർഡൻ അല്ലെങ്കിൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കൂട്ട് നിന്നിട്ടുണ്ടോ എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിക്കാൻ കാണിച്ചതിലെ ആ ഒരു വൈമുഖ്യം, ഇനി അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ശരിയായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുക, ആ പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സമയത്ത് പോലും ആ പെൺകുട്ടിയെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, ഫോൺ തട്ടിപ്പിടിച്ച് മേടിക്കുക. ഇനി നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു അധ്യാപിക തന്നെ ആംബുലൻസിലുള്ള സമയത്ത് പോലും ഇത്രയും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇത്രയും വലിയ അപകടം സംഭവിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡെങ്കിലും കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപിക ഈ ഫീൽഡിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാൾ ആ കുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കേണ്ടതാണ്. അപ്പം അത് മാറ്റിക്കൊണ്ട് വാർഡൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അവിടെ ഇരുത്തിക്കൊണ്ട് ടീച്ചർ മുമ്പിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഇത്രയും ഈ പറയുന്ന 70 കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്രയും മാത്രമുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെക്കാളും തൊട്ടടുത്ത് കിടക്കുന്ന സമയത്ത് ഇവരെന്തിനാണ് 100 കിലോമീറ്റർ കൂടുതൽ അധികമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ ഇവർ എത്രത്തോളം നേരം അവിടെ ഇട്ടിരുന്നു, 1.5 മണിക്കൂറിലധികം ആ കുട്ടിയെ വൈകിപ്പിച്ചു എന്നൊരു കാര്യമുണ്ട്. ഇവിടേക്ക് കൊണ്ടുവരാൻ പോലും കാണിച്ചൊരു അനാസ്ഥ. അതും ഈ നഴ്സിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപിക കൂടെ നിൽക്കുന്ന സമയത്ത് അതിൽ വല്ലാത്ത മുൻകൈ എടുത്തില്ല എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ എന്തൊക്കെ അപാകതയുണ്ട്, ദുരൂഹതയുണ്ട്. ഇനി ആ കുട്ടിയെ ഇത്തരത്തിലേക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, കുട്ടിയുടെ വീട് തിരുവനന്തപുരത്തല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. പക്ഷെ അതല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന ഡൽഹിയിലോ മറ്റോ ഒരു ആക്രമണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആക്രമണത്തിൽ പരിക്കേറ്റുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരംകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം കൊണ്ടുവരാൻ ശ്രമിക്കില്ലല്ലോ. അത് കോമൺ സെൻസ് ആണ്, അവിടെ തന്നെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പം അത് ശരിക്കും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഇതിനെ പറഞ്ഞു നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ഇതിൽ കൃത്യമായിട്ട് വേറെ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ ജീവൻ പോകേണ്ടത് കൃത്യമായി ആരുടെയൊക്കെയോ പങ്ക് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി, പുറത്ത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ, രഹസ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒളിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ഫോണിലുള്ള വിവരങ്ങൾ തന്നെ മാറ്റിയിരിക്കാം. ഇനി ഇതിലപ്പുറത്തേക്ക് ആ കുട്ടി വീണ സമയത്ത് അവിടെ ഇനി പറയുന്നുണ്ട് ഈ പറയുന്ന CCTV ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുൻവശത്താണ്, അവിടെ ഈ പറയുന്ന എല്ലാ സീൻസും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. ഇനി അതിലപ്പുറത്തേക്ക് ഈ വൈകിയതുമായി ബന്ധപ്പെട്ട് അത് വേറൊരു മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കത് കളയാൻ പറ്റും. പക്ഷേ നഴ്സിംഗ് ഫീൽഡുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതുമായി ബന്ധപ്പെട്ട അധ്യാപകരടക്കം കൂടെയുള്ള സമയത്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുവാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അത് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അതിൽ ഈ പറയുന്ന വൈമുഖ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്. ഇനി ഒരുപാട് വട്ടം കോളേജിൽ ഈ കുട്ടികൾ ശരിയല്ല, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയിച്ചതിന് ശേഷം ഈ പെൺകുട്ടികൾക്ക് വാണിംഗ് മാത്രം കൊടുത്തു വിടുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമില്ല. കാരണം ഇതുപോലുള്ള മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പം ഓരോ മരണങ്ങൾ സംഭവിക്കുന്ന സമയത്തും ആ രക്ഷിതാക്കൾക്ക് നീതി മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മരണപ്പെട്ട കുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കുക. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇന്നൊരു സംഭവമാണ് പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത്. അത് പറഞ്ഞു വെക്കൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് ഓരോ സംഭവങ്ങൾ നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതുപോലുള്ള റാഗിങ് കേസുകൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇത് ഈ പറയുന്ന കോളേജിൽ കുട്ടികളെ അറിയിച്ചാൽ പോലും കോളേജ് പോലീസിനെ അറിയിക്കുന്നില്ല. ഇതിൽ ഈ പറയുന്ന പോലീസിനെ പലപ്പോഴും അറിയിക്കുന്ന സമയത്ത് പോലും കുട്ടികൾ, അതിൽ പെടുന്ന ആൾക്കാർ, ക്രിമിനൽ മൈൻഡുള്ള കുട്ടികൾ വലിയ കാശുകാരോ അല്ലെങ്കിൽ പിടിപാടുള്ളവരുടെ മക്കളായി മാറുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടുന്നില്ല. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിൽ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ 3 പെൺകുട്ടികളുടെ രക്ഷിതാക്കളെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് പണമിടപാടുകൾ ശരിയല്ലായിട്ടുള്ള രീതിക്ക് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് വരുന്നുണ്ട്. അത് അമ്മുവിന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അമ്മു റിപ്പോർട്ട് ചെയ്തൊരു കാര്യവും ഇതിനകത്ത് ഇടയ്ക്ക് ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഇത്രയധികം പണം ആവശ്യമായി വരുന്നു, ഈ പണം ആര് കൊടുക്കുന്നു, എവിടുന്ന് കിട്ടുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇനി പെൺകുട്ടികളെ വളർത്തുന്നതിൽ ഇത്രയധികം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആൺകുട്ടികളെ മാത്രമാണ് ഇപ്പം കുറ്റം പറയുന്നതെന്ന് പറയുന്നത്. ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടികൾ ഈ ഒരു ഫീൽഡിൽ ഇനിയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ജീവനുകൾക്ക് ആപത്താണ്. ഒരു ആൾക്കാർക്കും ദയയോ കാരുണ്യം കാണിക്കാനായിട്ട് ഒരു മനസ്സുള്ള പെൺകുട്ടികളല്ല. കാരണം ഇത്രയും വർഷം ഉറ്റ സുഹൃത്തായിരുന്ന പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട്
മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കാനും ഇനി അറിയില്ല തള്ളിയിട്ട് കൊന്നതാണോ എന്ന്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ മനസ്സുള്ളവർ ഒരിക്കലും ഈ പറയുന്ന രോഗികൾക്ക് നീതി കൊടുക്കും അല്ലെങ്കിൽ അവരോട് കരുണ കാണിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി ഈ കുട്ടികളെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പഠിപ്പിച്ചെടുത്ത വീട്ടുകാർ, കാരണം മക്കളുടെ പെരുമാറ്റ രീതിയൊക്കെ ഈ പറയുന്ന കോളേജുമായി ബന്ധപ്പെട്ട് എന്തായാലും കോളേജുകാർ അത് വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പോലും അതിലൊരു തീരുമാനം എടുക്കാനോ അവരെ നേരെ നിർത്താനോ തോന്നിയില്ല. അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ ഇത്രയധികം ഒരു പെൺകുട്ടികളെ ഹരാസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എടുക്കുക, അതുപോലും ചെയ്യാതിരുന്ന ആ വീട്ടുകാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ മരണത്തിൽ കൂട്ടുനിന്നവർ തന്നെയാണ്. ഈ കോളേജ് അധികൃതരായാലും ഈ പറഞ്ഞ ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ള ആൾക്കാരായാലും. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ. ഈ പെൺകുട്ടികൾ എന്ന് പറയുന്ന പരിഗണനയോ അവരുടെ ഏജോ ഒന്നും ഇതിൽ സത്യത്തിൽ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിയമം കൊടുക്കുന്ന പരിഗണനയുണ്ടല്ലോ, അതൊന്നും കിട്ടേണ്ടില്ല. കാരണം ആ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച ആൾക്കാരാണ്, അവർക്കും അത് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ ചേർന്ന് തന്നെയാണോ തള്ളിയിട്ട് കൊന്നത്, അതിനാരുടെയെങ്കിലും ഒത്താശ ഉണ്ടായിരുന്നോ ഈ പറയുന്ന തെളിവുകൾ നശിപ്പിക്കാനോ ആ കുട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്യാനോ മറ്റാരുടെയെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനിയാണ് അറിയാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ കൃത്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്.